അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിശിഷ്ടമായ ഇബാദത്തിനെ കുറിച്ചാണ്. തഹജ്ജുദ് നിസ്കാരം. ഇറ്റ്സ് എ മിറാക്കിൾ. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ഇബാദത്താണ് തഹജ്ജുദ്. ഇത് നിർബന്ധ നിസ്കാരമല്ല, എന്നാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. ഉസല്ലി സുന്നത്ത് തഹജ്ജുദ് റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് വരുന്നത്. തഹജ്ജുദ് നിസ്കരിക്കേണ്ട സമയം ഇശാ നിസ്കരിച്ച് ഉറങ്ങിയതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സുബ്ഹിക്ക് മുൻപായി നിസ്കരിക്കാവുന്നതാണ്. ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയത് എത്രയുമാകാം. എന്നും പതിവാക്കലാണ് ഉത്തമം. വലിയ സൂറത്തുകൾ ഓതുന്നത് നല്ലതാണ്. നല്ല സമയം എന്നത് രാവിൻ്റെ അവസാന പകുതിയിലാണ്, അതായത് അത്തായ സമയം. ഇനി തഹജ്ജുദ് നിസ്കരിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. 1. മുഖം തിളക്കമുള്ളതാവുന്നു. മുഖത്ത് ഈമാൻ്റെ നൂറ് ഉണ്ടാവുന്നു. 2. രോഗങ്ങൾ തടയുന്നു. 3. സ്ട്രെസ് കുറയുന്നു. 4. സമാധാനം ലഭിക്കുന്നു. 5. അലസത മാറുന്നു, ഉന്മേഷം വർദ്ധിക്കുന്നു. 6. പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നേടാൻ സാധിക്കുന്നു. 7. പാപങ്ങളിൽ നിന്നും നമ്മളെ തടയപ്പെടുന്നു. 8. നന്ദി വർദ്ധിക്കുന്നു, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നു. 9. നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്നു. 10. അല്ലാഹു അവൻ്റെ ദറജ ഉയർത്തുന്നു. നമ്മളെ പടച്ച നമ്മുടെ റബ്ബിൻ്റെ കൂടെ വളരെ സമാധാനമായിട്ട് കുറച്ചു നേരം ഇരിക്കൂ. നമ്മളും റബ്ബും മാത്രം. ലൈഫ് മാറി മറിയും. ഇനി ഞാൻ പറയാൻ പോകുന്നത് തഹജ്ജുദിന് എണീക്കാനുള്ള 5 ടിപ്സാണ്. 1. കിടക്കുന്ന സമയത്ത് തന്നെ തഹജ്ജുദിന് എണീക്കണം എന്ന ശക്തമായ നിയ്യത്ത് വെക്കുക. 2. ഭക്ഷണം നേരത്തെ കഴിക്കുക. 3. നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. 4. ഉളൂഹ് എടുത്ത് ഉറങ്ങുക. 5. ഉറങ്ങുന്നതിന് മുൻപ് അല്പം ഖുർആൻ ഓതുക. ഇനി തഹജ്ജുദ് ഇറ്റ്സ് എ മിറാക്കിൾ പ്രയർ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അത് നിലനിർത്താനും തുടങ്ങാത്തവർക്ക് ഇന്ന് തന്നെ തഹജ്ജുദ് നിസ്കാരം തുടങ്ങാനും ഈ വീഡിയോ ഒരു കാരണമാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.